നമസ്കാരം, വെൽക്കം ബാക്ക് ടു Reshmahappyland. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഡിഷല്ലേ നോമ്പ് കഞ്ഞി. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഒരു മുസ്ലിം ഫ്രണ്ടാണ്. അവളുടെ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിലാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ റെസിപ്പി ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബിരിയാണി കഞ്ഞിക്കായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ജീരകശാല റൈസാണ്. നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്മതി റൈസ് ഇല്ലേ, അതെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് ഡാലാണ് ഞാൻ ചേർക്കുന്നത്. ഡാലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പില്ലേ, അതും ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി ഞാനിത് ഒരു 20 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വെച്ചിട്ടാണ്. മട്ടൻ അല്ല എന്നുണ്ടെങ്കിൽ ബീഫ് വെച്ചിട്ടും ചെയ്യാം. ചിക്കൻ എടുക്കരുത് കേട്ടോ അതിന്. അപ്പം ഞാനിവിടെ ഒരു 250 ഗ്രാം മട്ടൻ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിൽ വേണം മീറ്റ് എടുക്കാനായിട്ട്, ഒരുപാട് വലുതാവരുത് കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ സ്ക്വയർ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ സവാള ഒരുപാടങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കിയത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പഴയ വീട്ടിലായിരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒമാനിയുടെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ റംദാൻ ടൈം ആകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരായിരുന്നു, ഒരുപാട് ഫുഡ് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു കഞ്ഞി ഉണ്ടായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കഞ്ഞിയായിരുന്നു അന്ന് അവരെ കൊണ്ടുവന്നതെന്ന്. അവർ വയ്ക്കുമ്പോൾ നല്ല കട്ടിക്ക് നല്ല ഹൽവ പോലെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഈ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു അതിനും കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്നു. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇവിടെ ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബജി മുളകില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നു പോയിരുന്നു, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഈ ഒരു സൈസിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഈ ഒരു സൈസിൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ അല്ല എന്നുണ്ടെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടാതെ തന്നെ നിങ്ങൾക്ക് പുതിനയിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പുതിനയില ചേർക്കുന്നില്ല, മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ റൈസ് ഇട്ടു. ഇനി ഒരു 2 മിനിറ്റ് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകമില്ലേ, അതും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ എടുത്തില്ല, അത് മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ സോറി, അപ്പോൾ അത് നിങ്ങൾ ചേർക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട ശേഷം 4 വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ കഞ്ഞി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവണം, അതിനുവേണ്ടി ഞാൻ കുറേശ്ശെ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും മതിയാവും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മാത്രമായിട്ടും ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകമില്ലേ, അതും ഒരു കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പാല് ചേർക്കാം. ഞാനിവിടെ തേങ്ങയുടെ പാല് മാത്രമായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി കഞ്ഞി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി കഞ്ഞിയാണിത്. അതുപോലെ തന്നെ വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.